കർത്താവ് നമുക്ക് നൽകുന്ന അനുഗ്രഹം അത് കർത്താവിന് ഇഷ്ടമുള്ളതുപോലെ നൽകും. അതിൽ നിങ്ങൾ അസൂയപ്പെടേണ്ട കാര്യമില്ല. കർത്താവ് പറയുന്നത്, നിങ്ങളും നിങ്ങളുടെ ദൈവവുമായിട്ടുള്ള ബന്ധം എന്താണ്, അതനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് ദൈവം കൃപകൾ നൽകുക. ദൈവത്തിൻ്റെ ഉദാര മനസ്കതയെ ചോദ്യം ചെയ്യാൻ നിങ്ങൾ ആരാണ് എന്നാണ് ചോദിക്കുന്നത്. ഇന്നത്തെ സുവിശേഷത്തിൽ നാം കാണുന്നത് തോട്ടത്തിലേക്ക് ജോലിക്കാരെ വിളിക്കാൻ വരുന്ന തോട്ട മുതലാളിയെയാണ്. പല സമയങ്ങളിൽ വഴിയിൽ വന്നിട്ട് ജോലിക്ക് വേണ്ടി നിൽക്കുന്ന ആൾക്കാരെ തൻ്റെ തോട്ടത്തിലേക്ക് പറഞ്ഞയക്കുന്ന തോട്ട ഉടമ. പല നാഴികയിലാണ്, ദിവസത്തിൻ്റെ അവസാന നിമിഷത്തിൽ വരുമ്പോഴും അവിടെ കുറച്ചു പേര് ജോലിയില്ലാതെ നിൽക്കുന്നുണ്ട്. അവരെയും വിളിച്ച് തോട്ട ഉടമ തൻ്റെ തോട്ടത്തിലേക്ക് അയക്കുകയാണ്. അത് തോട്ട ഉടമയുടെ ഉദാര മനസ്കതയാണ്. തോട്ടയുടെ ഉടമയുടെ ഉദാര മനസ്കതയുടെ ആദ്യത്തെ ഭാഗമാണ് തൻ്റെ തോട്ടത്തിലേക്ക് അവരെ ജോലിക്കായി അയക്കുന്നു എന്നുള്ളത്. പിന്നീട് ദിവസത്തിൻ്റെ അവസാനം അവർക്ക് ജോലി ചെയ്തതിന് ഉള്ള തുക കൊടുക്കുകയാണ്. തോട്ട ഉടമ പറയുന്നു, എല്ലാവർക്കും ഒരുപോലെ കൊടുക്കാനായി. അപ്പോഴാണ് ആദ്യം വന്നവർക്ക് കുറച്ച് അസൂയ തോന്നിയത്. ഞങ്ങൾ കൂടുതൽ പണിയെടുത്തില്ല എന്ന്, കാലത്തോട്ട് വൈകുന്നേരം വരെ ഞങ്ങൾ പണിയെടുത്തിട്ട് ഇപ്പോൾ അവസാനം വന്ന ആൾക്കാർക്ക് കൊടുക്കുന്ന തുകയും ഞങ്ങൾക്ക് തന്നതും ഒരുപോലെ ഇരിക്കുന്നു. അത് ന്യായമാണോ? കർത്താവ് പറയുന്നത്, എൻ്റെ സ്വാതന്ത്ര്യമാണത്. എൻ്റെ ജോലി സ്ഥലത്ത് ആര് ജോലി ചെയ്യണം, അവർക്ക് എന്ത് കൊടുക്കണമെന്നത് എൻ്റെ സ്വാതന്ത്ര്യം. തന്നെയുമല്ല, നിങ്ങളോട് ഞാനൊരു എഗ്രിമെൻ്റ് വെച്ചിരുന്നു, നിങ്ങൾക്കിന്ന് ഇത്ര രൂപ തരാം, അത് വാങ്ങിപ്പോകുക. എൻ്റെ ഉദാരതയെ ചോദ്യം ചെയ്യാൻ നിങ്ങൾ ആരാണ്? പ്രിയമുള്ളവരെ, ഇത് തീർച്ചയായും നമ്മുടെ ജീവിതത്തിലൊക്കെ സംഭവിക്കുന്ന കാര്യങ്ങളാണിത്. നമ്മൾ പലപ്പോഴും ചുറ്റും നോക്കി ജീവിക്കുന്നവരാണ്. ദൈവത്തിലേക്ക് നോക്കിയല്ല നമ്മൾ ജീവിക്കുന്നത്. മറ്റുള്ളവർക്ക് എന്ത് സംഭവിക്കുന്നു, മറ്റുള്ളവർ എങ്ങനെ ജീവിക്കുന്നു, മറ്റുള്ളവരുടെ അവസ്ഥ എന്താണ് എന്ന് നോക്കി നമ്മുടെ ജീവിതത്തെ നശിപ്പിക്കുന്നവരാണ് നമ്മൾ. അങ്ങനെയുള്ള മനോഭാവമുള്ളവരോട് കർത്താവ് പറയുന്ന കാര്യമാണ്, നിങ്ങൾ അർഹിക്കുന്നത് നിങ്ങൾക്ക് തന്നെ ഞാൻ തരും. നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കണ്ട. പ്രിയമുള്ളവരെ, ഈ ഒരു ഗ്യാരണ്ടിയാണ് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും താങ്ങായി നിൽക്കുന്നത്. ദൈവം നമ്മെ കാത്തുകൊള്ളും എന്ന ഗ്യാരണ്ടി തീർച്ചയായും അതൊരു വലിയ ഗ്യാരണ്ടിയാണ്. കർത്താവ് നമുക്ക് നൽകുന്ന ഗ്യാരണ്ടി. ആ ദൈവത്തിൻ്റെ ഉദാരതയിൽ വിശ്വസിച്ചുകൊണ്ട് നമ്മെ തന്നെ സമർപ്പിക്കാം. ദൈവം കാണിച്ചു തരുന്ന ജോലികൾ യഥായോഗ്യം ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ ചെയ്തു തീർക്കാൻ നമുക്ക് പരിശ്രമിക്കാം. അലസരായി നിൽക്കാതെ ദൈവം ഭരമേൽപ്പിച്ച കാര്യങ്ങൾ ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ ചെയ്തു തീർക്കാനുള്ള വ്യഗ്രത നമ്മൾ മുന്നോട്ട് നയിക്കട്ടെ. അതിനുവേണ്ടി പ്രാർത്ഥിക്കാം. ചെയ്തുപോയ തെറ്റുകൾ, കുറവുകൾ, ദൈവത്തെ മറന്ന് ചിന്തിച്ച സമയങ്ങളും പ്രവർത്തിച്ച സമയങ്ങളും ഉണ്ടാകാം. അവയൊക്കെ ഓർത്ത് ദൈവത്തിനോട് മാപ്പും കരുണയും യാചിച്ചുകൊണ്ട് ദിവ്യബലിയിൽ തുടരാം.